വളരെ സന്തോഷം. ആദ്യം ഈ ഇത്രയും വലിയ നിറഞ്ഞ സദസ്സിൽ നമ്മുടെ ഈ ചെറിയൊരു ഷെയ്ഡ്സ് ഓഫ് ലൈഫ് കളിച്ചതിൽ തന്നെ വലിയൊരു സന്തോഷം. നമ്മുടെ ഡയലോഗ് ഇൻ്റർനാഷണൽ ഫെസ്റ്റ് പോലുള്ള വലിയൊരു ഫെസ്റ്റിവലിൽ എന്താ പറയുക, ഭയങ്കര ഇമോഷണലി ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളാകെ ഇതായിപ്പോയി. എന്ത് പറയണമെന്നൊന്നും അറിയില്ല. കാരണം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷമല്ല, നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ്. ഒരു കൂട്ടം ഭ്രാന്തന്മാരാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകളുടെ ഒരു പ്രൊഡക്റ്റാണ്. ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഇതിൻ്റെ ടെക്നിക്കൽ വശമാണെങ്കിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും എല്ലാ ഭാഗത്തിലും നമ്മൾ ഏതൊരു വലിയ സിനിമേൻ്റെ കൂടെയും കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഞങ്ങൾ എല്ലാ രീതിയിലും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വളരെ പരിമിതമായിട്ടുള്ള ബഡ്ജറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് എപ്പോഴും പൈസ തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നമായിരുന്നു നമ്മളും ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചത്. അപ്പോൾ അതിനെല്ലാം മാറ്റി ഉള്ള അവൈലബിൾ സോഴ്സ് വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ പറ്റി. അതിന് വലിയ സന്തോഷം. പിന്നെ പറഞ്ഞ പോലെ ക്ലാസിക് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ കൂടെ എക്താര ബീച്ചിലെ താരചേച്ചി ജയറിനൊക്കെ നല്ല കട്ടക്ക് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത്. അതുമാത്രമല്ല, എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്ന് ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മുടെ വീട്ടുകാരും എല്ലാവരും, ഒരാളെ നമുക്ക് വിട്ടു നിർത്താൻ പറ്റില്ല. അത്രയും ആളുകളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് എത്തിയത്. ഇപ്പോൾ ഏത് വലിയ വലിയ പടങ്ങൾ പോലും സീ സൗത്ത് പോലെയുള്ളൊരു OTT യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മ്യൂസിക് റൈറ്റ്സ് കൊടുക്കാൻ പറ്റി. അത് വലിയൊരു സന്തോഷം. ഇനി അതുപോലെ തന്നെ നമ്മൾ നല്ല വലിയ OTT പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനോരമ മാക്സ്, പ്രൈം, അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ, സൺ ഡയറക്റ്റ് എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും നമ്മുടെ പടം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അതന്നെ വലിയൊരു സന്തോഷം. എല്ലാവരുടെയും നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്കുകൾ മീൻ ഇങ്ങനെ 3 മാസം കഴിയട്ടെ അല്ലെങ്കിൽ 2 മാസം കഴിയട്ടെ, ചെറിയ പേപ്പർ വ്യൂ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതും വീണ്ടും ഞങ്ങൾക്കൊന്നുകൂടെ കോൺഫിഡൻസ് തരികയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള സാധനം മരുന്നുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിന് വലിയ സന്തോഷം. എന്തായാലും ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും വലിയൊരു നന്ദി. താങ്ക് യു. നല്ല സിനിമയാണ്. 4 സിനിമകൾ ചേർന്നതിൽ ഒരു കഥയിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അതിലേറ്റവും സന്തോഷം നാട്ടിൽ തന്നെയാണ് തിയേറ്റർ വരുന്നത്. അപ്പോൾ നിറഞ്ഞ സദസ്സിൽ നിലത്തിരുന്നിട്ട് ഈ സിനിമ കാണാൻ കഴിഞ്ഞു. വളരെ ജെന്യൂനായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടി. ഈ സിനിമ ഇനിയും വലിയ രീതിയിൽ തിയേറ്ററുകളിലെത്തണം. അതുപോലെ തന്നെ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. സിനിമ കണ്ട ആളുകൾ ഇതിൻ്റെ റേറ്റപ്പുകളും റിവ്യൂകളും എഴുതി സോഷ്യൽ മീഡിയയിൽ ഇടണം. കാരണം ഇതുപോലുള്ള ചെറിയ സൗഹൃദങ്ങളിൽ നിന്ന് വരുന്ന സിനിമകളെ സപ്പോർട്ട് ചെയ്യാൻ, ഇത് കണ്ട് നല്ല അഭിപ്രായമാണെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ മീഡിയയ്ക്കേ കഴിയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പ്രയത്നത്തിന് നല്ലൊരു റിസൾട്ട് കിട്ടി. ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷിഹാബാണ്, വിഷ്ണു ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ താര ജയശങ്കർ, അവരൊക്കെയാണ് പ്രൊഡക്ഷൻ സൈഡ്. ഷിഹാബ് എല്ലാവരുമാണ്. ക്ലാസിക് മീഡിയ എൻ്റർടൈൻമെൻറ്റാണ് ഇത് സാക്ഷാത്കാരമാക്കിയത്. വളരെ സന്തോഷം. ഈ സിനിമ വലിയ വലിയ തലങ്ങളിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഷെയ്ഡ്സ് ഓഫ് ലൈഫിൻ്റെ കൂടെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ക്യാമറാമാന്മാരും ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ആക്ടേഴ്സും ഒക്കെ വളരെ കൂട്ടമായിട്ട് സത്യസന്ധമായിട്ട് സ്നേഹത്തോടെ കലാകാരന്മാരോട് ബഹുമാനത്തോടു കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഞാൻ ഇവരെ ഈ പട്ടാമ്പി ഈ ടീമിനെ കണ്ടിട്ടുള്ളത്. അതിൽ ഞാൻ എടുത്തു പറയാനുള്ളത് വെച്ചാൽ റഷീദ് പറമ്പിൽ, ഷിഹാബ്, ജിംഷാൽ, പിന്നെ നടരാജൻ പട്ടാമ്പി, അങ്ങനെയുള്ള വളരെ എന്താ പറയുക, സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, സിനിമ ഒരു ഉപാധിയായിട്ട് കാണുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാരുടെ കൂടെയാണ് എനിക്ക് ഇതിൽ പങ്കാളിയാവാൻ പറ്റിയത്. എനിക്കെപ്പോഴും വലിയ ആഗ്രഹമാണ് ഇങ്ങനെയുള്ളൊരു ടീമിൻ്റെ കൂടെ കൂടുക എന്നുള്ളത്. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ടീമിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമ്മളും അവരിൽ ഒരാളായി മാറുകയാണ്. അപ്പോൾ അവരിലൂടെ നല്ല സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.